ഹലോ. ഇന്ന് വളരെ സ്പെഷ്യലായിട്ടുള്ള ഞങ്ങളുടെ നാട്ടിലെ ഉണ്ടയും ചിക്കൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കിയാലോ. അപ്പോൾ ഞാനിവിടെ മൺചട്ടി എടുത്തു, അതിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തു. 2 സവാള ചെറുതായി നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. നന്നായി അവിടെ നിന്ന് ഒന്ന് വഴന്ന് വരട്ടെ. ആ സമയത്ത് നമുക്ക് ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു 10-12 നല്ല എരിവുള്ള മുളകും ഒരു 4-5 ടീസ്പൂൺ മല്ലിയും കൂടി ഒന്ന് വറുത്തെടുക്കാം. കാശ്മീരി ചില്ലിയും കൂടി ഇടണം. അതെൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ, അതിന് പകരം ഞാൻ പൊടി ഇടുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടാക്കിയിട്ട് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ആ സമയത്ത് സവാള നന്നായി വഴന്ന് കഴിയുമ്പോൾ അതിലേക്ക് 2 തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അരച്ചതും കൂടി ചേർത്തിട്ട് നന്നായി വഴറ്റി കൊടുക്കാം. ഒന്ന് അടച്ച് വയ്ക്കാം. ആ സമയത്ത് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന മുളകും മല്ലിയും ഉണ്ടല്ലോ, അതൊന്ന് അരച്ച് വയ്ക്കാം. സവാളയും തക്കാളിയൊക്കെ നന്നായി വഴന്ന് കഴിയുമ്പോൾ നന്നായി കഴുകി ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് കഴുകി മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് നന്നായി വഴറ്റി കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞളും കൂടി ഇട്ട് കൊടുത്ത് ഒരു 10 മിനിറ്റ് അടച്ചു കൊടുക്കണേ. വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ആ സമയത്ത് നമുക്ക് തേങ്ങ ഒന്ന് ചിരവി വയ്ക്കാം. ഇപ്പോൾ ചിക്കനിന്നൊക്കെ വെള്ളമൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്കതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന മസാല ഉണ്ടല്ലോ, ഞാൻ കാശ്മീരി മുളകും കൂടി ആഡ് ചെയ്തിട്ടാണ് അരച്ചത്. അതുകൊണ്ട് നല്ല കളറ് വന്നിട്ടുണ്ട്. ഒഴിച്ചതിന് ശേഷം നന്നായി വഴറ്റി കൊടുക്കാം. ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചതിന് ശേഷം നന്നായി മിക്സ് ചെയ്തിട്ട് അടച്ചു വയ്ക്കാം. ആ സമയത്ത് നമുക്ക് ഉണ്ടയ്ക്കുള്ള സംഭവങ്ങൾ റെഡിയാക്കാം. അരി ഞാനൊരു 3 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ റേഷൻ അരി, വെള്ള അരിയാണ് യൂസ് ചെയ്യുന്നത്. അത് നന്നായി കഴുകി വെള്ളമൊക്കെ വാരി വറന്ന് കഴിയുമ്പോൾ മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നല്ല തരിതരിയായി പൊടിച്ചെടുക്കണേ. നന്നായി പൊടിയേണ്ട ആവശ്യമില്ല, തരിതരിയായി ഒന്ന് പൊടിഞ്ഞാൽ മതി. അപ്പോൾ അരിയൊക്കെ നന്നായി പൊടിച്ച് വെച്ചു. ഇനി കുറച്ച് ചോറിലേക്ക് വെള്ളം ഒഴിച്ചതിന് ശേഷം അതും കൂടി ഒന്ന് അരച്ചു കൊടുത്തു. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ട് ആ പൊടിച്ച് വെച്ചിരിക്കുന്ന അരി ഉണ്ടല്ലോ, അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ചോറും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി കൈകൊണ്ട് മിക്സ് ചെയ്യാം. വെള്ളം ഒന്നും ഒഴിക്കണ്ട, ചോറ് മാത്രം ഇട്ടാൽ മതി. ഇനി അതിലേക്ക് ആവശ്യത്തിന് തേങ്ങയും കൂടി ഇട്ടതിന് ശേഷം നന്നായി കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി 2 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെക്കാം. നമ്മളുടെ ചിക്കൻ കറി ഏകദേശം റെഡി ആയിട്ടുണ്ടാവും. ഇനി അതിലേക്ക് നമുക്ക് തേങ്ങയും കൂടി ആഡ് ചെയ്യണം. തേങ്ങ ഞാൻ ജസ്റ്റ് ഒന്ന് പാനിലിട്ടൊന്ന് ചൂടാക്കുന്നുണ്ട്, കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട്. കാരണം നല്ല ചൂടായതുകൊണ്ട് മോശമായി പോയെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒരു 3 മിനിറ്റ് സമയം ഒന്ന് വഴറ്റി കൊടുക്കാം. പച്ചച്ചോവ ഒന്ന് മാറിക്കഴിയുമ്പോൾ നമുക്കത് ചിക്കൻ കറിയിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതൊന്ന് ചൂടാക്കിയിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. ആ സമയത്ത് നമുക്ക് ഉണ്ടയൊക്കെ നന്നായി ഉരുട്ടിയെടുക്കാം കേട്ടോ. ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം. ഈ സമയത്ത് ഇത് കണ്ടില്ലേ, നല്ല ബോളായിട്ട് എല്ലാ മാവും ഞാൻ ഇതുപോലെ ഉരുട്ടി മാറ്റി വയ്ക്കുന്നുണ്ട്. നല്ല ഷേപ്പിൽ ഉരുട്ടിയെടുക്കണേ. ഇതിന് നമ്മൾ പഞ്ചസാരയൊന്നും ആഡ് ചെയ്യില്ല, ശർക്കര ഒന്നും ആഡ് ചെയ്യില്ല. ചിക്കൻ കണ്ടില്ലേ, നന്നായി നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ ജസ്റ്റ് ഒന്ന് വറ്റി മുളകിൻ്റെ പച്ചമണമൊക്കെ മാറി നന്നായി ചിക്കനൊക്കെ വെന്തു. ഇനി അതിലേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കി വെച്ചിരിക്കുന്ന തേങ്ങ ഉണ്ടല്ലോ, അതൊന്നിട്ട് കൊടുക്കാം. ഇനി ഒരു 4-5 വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് അതും കൂടി ഇട്ട് കൊടുക്കണം. ആ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ മുഴുവനായി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ തേങ്ങയും ചിക്കനൊക്കെ കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ആ മുഴുവൻ തേങ്ങയും ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ച തേങ്ങയാണെങ്കിലും മതി കേട്ടോ. ഞാനിപ്പോൾ ചൂടായതുകൊണ്ട് നാളത്തേക്ക് മോശമാണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ തേങ്ങ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ വെളുത്തുള്ളി പച്ച വെളുത്തുള്ളിയാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് മിക്സിയിൽ അടിക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ചതച്ച് കൊടുത്താൽ മതി. ഇതിപ്പോൾ കണ്ടില്ലേ, ഞാൻ ഈ വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് ചതച്ചത് മാത്രമേ ഉള്ളൂ. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇനി ഒരു 2-3 മിനിറ്റ് ജസ്റ്റ് ഒന്ന് അടച്ച് കൊടുത്തിട്ട് നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ കഴിക്കാറാകുമ്പോഴത്തേക്ക് നന്നായി കുറുകി വന്നിട്ടുണ്ടാവും. ഇതിലേക്ക് ഒരു കാര്യം കൂടി ആഡ് ചെയ്യണേ. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. ഞാനിതിൽ മല്ലിയിലയോ ഒന്നും ചേർക്കുന്നില്ല. നല്ലൊരു നാടൻ ചിക്കൻ കറി ആയതുകൊണ്ടാണ് മല്ലിയിലയൊന്നും ആഡ് ചെയ്യാത്തത്.
ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ മാത്രം ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ കണ്ടില്ല, നല്ല കുറുകുറുന്നനെ ഇരിക്കുന്ന ചിക്കൻ കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇനി നമുക്ക് ഉണ്ട ഒന്ന് വേവിക്കാം. ഞാൻ ഇഡ്ഡലിത്തട്ടിലേക്ക് ഒരു 2-3 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് തട്ട് വെച്ചിട്ട് എല്ലാ ഉണ്ടയും ഇതുപോലെ എടുത്ത് വെച്ചിട്ട് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. ഇതൊരു 20 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കണം. 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും നന്നായി ആവി വന്നതിന് ശേഷം 10 മിനിറ്റ് ലോ ഫ്ലെയിമിലും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ കണ്ടില്ലേ, ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞു. ഞാൻ 20 മിനിറ്റ് കഴിയുമ്പോൾ ഓഫാക്കിയിരുന്നേ. ആവി ഇപ്പോഴേ ഇരിക്കുന്നുണ്ട്, കണ്ടില്ലേ. നല്ല വെള്ള കളർ കൊഴുക്കട്ട എന്നാണല്ലേ, പല സ്ഥലത്തും കൊഴുക്കട്ട എന്നൊക്കെയാണ് പറയുക. പക്ഷെ നമ്മുടെ നാട്ടിൽ ഉണ്ട എന്നാണ് പറയുക. നല്ല കുറുന്നനെ ഇരിക്കുന്ന ചിക്കൻ കറിയും കൂട്ടി ഉണ്ടയും ചിക്കൻ കറിയും നല്ല കോമ്പിനേഷനാണ് കേട്ടോ. ഞങ്ങളുടെ ഒരു വികാരമാണ് ഉണ്ടയും മീൻകറിയും. ഇത് ഇന്ന് കഴിക്കുന്നതിനേക്കാളും നാളെ രാവിലെ കഴിക്കുന്നതാണ് കേട്ടോ അടിപൊളി ടേസ്റ്റ്. ഞാനിപ്പോൾ വൈകുന്നേരമാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഞങ്ങളുടെ ഡിന്നറ് ഇന്ന് ഉണ്ടയും ചിക്കൻ കറിയാണ്. നിങ്ങളെ നാട്ടിൽ ഇതുപോലെ ഉണ്ട ഉണ്ടാക്കാറുണ്ടോ എന്നൊന്ന് പറയണേ. ചിക്കൻ കറി പിന്നെ എല്ലായിടത്തും ഉണ്ടാക്കുന്നതാണ്, തേങ്ങ ചേർത്തിട്ടാണെങ്കിലും തേങ്ങ ചേർക്കാതെ ആണെങ്കിലും ഉണ്ടാക്കുമല്ലോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്